എറേഴ്സ് ആൻഡ് ടൈപ്പ്. റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തിയറിറ്റിക്കലി ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പോർഷനാണ് എറേഴ്സിൻ്റെ ടൈപ്സുകൾ. ജനറലി വൺ സൈഡഡ് എറേഴ്സ് ആൻഡ് ടു സൈഡഡ് എറേഴ്സ് എന്ന് പറയും. ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യുന്ന എറേഴ്സ് ആണെങ്കിൽ അതിന് വൺ സൈഡഡ് എറേഴ്സ് എന്നും, ട്രയൽ ബാലൻസിനെ രണ്ട് സൈഡിലും എഫക്റ്റ് ചെയ്യാത്ത എറേഴ്സ് ആണെങ്കിൽ അതിന് ടു സൈഡഡ് എറർ എന്ന് പറയും. പക്ഷേ ജനറലി ഇതല്ല ക്വസ്റ്റ്യൻ ചോദിക്കുക. എറേഴ്സിൻ്റെ ടൈപ്സ് ആയിട്ടുള്ള പ്രിൻസിപ്പൽ എറേഴ്സ്, എറർ ഓഫ് കമ്മീഷൻ, എറർ ഓഫ് ഒമിഷൻ, കോമ്പൻസേറ്റിംഗ് എറേഴ്സ്, ഈ 4 ടൈപ്പ് ഓഫ് എറേഴ്സ് ആണ് ജനറലി എക്സാംസിന് ചോദിക്കുക. സോ എന്താണ് ഈ 4 ടൈപ്പ് ഓഫ് എറേഴ്സ്? ഒന്നാമത്തത് എറർ ഓഫ് കമ്മീഷൻ. കമ്മിറ്റഡ് എറേഴ്സുകൾ. നമ്മൾ എന്തോ ഒരു കാര്യം ചെയ്തപ്പോൾ അത് മിസ്റ്റേക്ക് ആയിപ്പോയി. സോ അതാണ് എന്ത്? എറർ ഓഫ് കമ്മീഷൻ. ഫോർ എക്സാമ്പിൾ, 1000 എന്ന് റെക്കോർഡ് ചെയ്യണം, പകരം നിങ്ങൾ 900 എന്ന് റെക്കോർഡ് ചെയ്തു. മിസ്റ്റേക്ക് അല്ലേ? അനന്തുവിന്റെ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യണം, നിങ്ങൾ അതെന്ത് ചെയ്തു? ആഷിറിന്റെ അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്തു പോയി. സോ മിസ്റ്റേക്ക് അല്ലേ? സോ നിങ്ങൾ എന്തോ ഒരു കാര്യം ചെയ്തപ്പോൾ, റെക്കോർഡ് ചെയ്തപ്പോൾ വന്നു പോയ മിസ്റ്റേക്ക്. കമ്മിറ്റ് ചെയ്തപ്പോൾ വന്ന, കമ്മിറ്റഡ് സൂയിസൈഡ് എന്നല്ല പറയാം, ചെയ്തതാണ്. സോ കമ്മിറ്റഡ് ചെയ്തു പോയ മിസ്റ്റേക്സ് ആണ് കമ്മീഷൻ എറർ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ എന്താ? ഒമിഷൻ. നിങ്ങൾ ചെയ്തിട്ടേ ഇല്ല, അനന്തുവിന്റെ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം, റെക്കോർഡ് തന്നെ ചെയ്തിട്ടില്ല. 1000 ഡെബിറ്റ് ചെയ്യണം, റെക്കോർഡ് ചെയ്തിട്ടില്ല. സോ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്? ഒമിഷൻ, ഒമിറ്റ്, വിട്ടുപോകുക എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തത് എന്താണ്? എറർ ഓഫ് പ്രിൻസിപ്പൽസ്. അക്കൗണ്ടിങ്ങിന്റെ ഏതെങ്കിലും സ്റ്റാൻഡേർഡ്സോ കൺസെപ്റ്റ്സിനോ നിങ്ങൾ മിസ്റ്റേക്സ് വരുത്തിയാൽ, അതിനെ വയലേറ്റ് ചെയ്താൽ, അത്തരം എറേഴ്സുകൾക്കാണ് പ്രിൻസിപ്പൽ എറർ അല്ലെങ്കിൽ എറർ ഓഫ് പ്രിൻസിപ്പൽസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. പർച്ചേസ് ഓഫ് ഗുഡ്സ്, ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിൽ അത് എവിടെ റെക്കോർഡ് ചെയ്യണം? പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യണം അല്ലേ? ഇൻ കേസ് നിങ്ങൾ പർച്ചേസ് ഓഫ് അസറ്റ് എന്ത് ചെയ്തു? പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്തു. ഇത് മിസ്റ്റേക്ക് ആണല്ലേ? അപ്പോൾ എറർ ഓഫ് കമ്മീഷൻ ആണോ? അല്ല. ഈ മിസ്റ്റേക്സ് അഥവാ കമ്മിറ്റഡ് മിസ്റ്റേക്സിൽ എന്തെങ്കിലും രീതിയിൽ അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്താ പ്രിൻസിപ്പിൾസ്? എന്ത് മാത്രമേ പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ? ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അസറ്റിനെ പർച്ചേസ് ചെയ്യുമ്പോൾ അത് എവിടെ റെക്കോർഡ് ചെയ്തിരിക്കണം? ഒരിക്കലും പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ അത് ക്യാഷ് ബുക്കിലോ അല്ലെങ്കിൽ അസറ്റ് അക്കൗണ്ടിലോ ജേർണൽ പ്രോപ്പർട്ടീസിലാണ് എന്ത് ചെയ്യേണ്ടത്? ഇത് റെക്കോർഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇത് പ്രിൻസിപ്പിൾസിനെ, അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസിനെ വയലേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ 4ാമത്തെ ചാപ്റ്റർ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ടൂൾ പഠിച്ചൊരു കാര്യമല്ലേ? സോ ഇതേപോലെ അക്കൗണ്ടിങ്ങിന്റെ കൺസെപ്റ്റ്സിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. അവസാനത്തത് കോമ്പൻസേറ്റിംഗ് എറർ. 2 എറേഴ്സ് വന്നു, എന്നിട്ട് 2 എറേഴ്സും കോമ്പൻസേറ്റ് ആയിപ്പോയി. ആ ഒരു മിസ്റ്റേക്ക് ഇല്ലാതെ ആവുന്നില്ല, എറേഴ്സിന്റെ എഫക്റ്റ് കോമ്പൻസേറ്റ് ആയിപ്പോയി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, സെയിൽസ് ഒരു 1000 കോടി, സെയിൽസ് കൂടുമ്പോൾ എന്തായി? ക്രെഡിറ്റ് അല്ലേ? ഇൻകം കൂടി. എക്സ്പെൻസ് പർച്ചേസ് ഒരു 1000 കോടി, സെയിൽസ് 1000 കോടി, പർച്ചേസും 1000 കോടി. സെയിൽസ് കൂടുമ്പോൾ ക്രെഡിറ്റ് കൂടുന്നു, പർച്ചേസ് കൂടുമ്പോൾ ഡെബിറ്റും കൂടുന്നു. 2 സൈഡും ഈക്വൽ ആയി അല്ലേ? ഡെബിറ്റും കൂടി, ക്രെഡിറ്റും കൂടി. ഇപ്പോൾ ട്രയൽ ബാലൻസിൽ മിസ്റ്റേക്ക് ഉണ്ടാവോ? ഇല്ല, 2 സൈഡും ഈക്വൽ ആയിരിക്കും. അത്തരത്തിൽ 2 മിസ്റ്റേക്സ് വന്ന് അതിലെ 2 മിസ്റ്റേക്സിനെയും ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ such type of errors are called compensating errors. അപ്പോൾ 4 എറേഴ്സും പഠിച്ചില്ലേ? All the best.